ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അയാളുടെ ഉത്തരങ്ങളിലൂടെയല്ല, മറിച്ച് അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്. സോ ജഡ്ജ് എ മാൻ ബൈ ഹിസ് ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ബൈ ഹിസ് ആൻസേഴ്സ്. ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിച്ച് പറയാം, പക്ഷെ എപ്പോഴും ഒരു ഉത്തരം നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ചോദ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും, അല്ലേ? അപ്പോ നമ്മുടെ ചോദ്യം കറക്റ്റ് ആയിരിക്കണം. യു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ, യു ഗെറ്റ് ദ റൈറ്റ് ആൻസർ. യു ആസ്ക് ദ റോങ് ക്വസ്റ്റ്യൻ, യു ഗെറ്റ് ദ റോങ് ആൻസർ. അല്ലെ? ശരിയല്ലേ അത്? വെൽക്കം ടു ഡേ 7 ഓഫ് യുവർ ഓപ്പൺ ഇംഗ്ലീഷ് ക്ലാസ്. ആൻഡ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ വളരെ ലളിതമായി, കൃത്യമായി, കറക്റ്റായി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഈ ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഏത് രീതിയിൽ ആ സെന്റൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നോക്കാം. സോ അടുത്ത സ്ലൈഡിൽ ഇത് ഞാൻ ഈ കാണിക്കുന്നത് എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി സാധാരണയായി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചോദിക്കാനായിട്ടുണ്ടാവും. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അത് അങ്ങനെ പറയാനുള്ള കാരണം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തുടങ്ങുന്നത് എല്ലാം W വെച്ച്, അതിൽ ഒരെണ്ണം H എന്ന അക്ഷരം വെച്ച് തുടങ്ങുന്നത് കൊണ്ടാണ് അതിനെ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഐ വിൽ ഷോ യു എന്തൊക്കെയാണ് ഈ WH ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതേപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യെസും നോ ഒരു ക്വസ്റ്റ്യൻ അല്ലല്ലോ. ആ ചോദ്യത്തിന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആയിട്ട് വരും എന്നുള്ളതാണ്. ഉദാഹരണം, നീ വരുന്നുണ്ടോ? അതിന് ഒരു യെസ് അല്ലെങ്കിൽ ഒരു നോ മതി, അല്ലേ? ആർ യു കമ്മിങ്? യെസ് ഓർ നോ, ആ ഒരൊറ്റ വാക്ക് കൊടുത്താൽ മതി, അതിന്റെ ആ ഒരു ഉത്തരമാകും എന്നുള്ളതാണ്. അതേപോലെ എങ്ങനെ നമുക്ക് ഈ ഇസ്, ആം, ആർ എന്നൊക്കെയുള്ള ഈ വാക്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ച് ഇതൊക്കെ ഓക്സിലറി വേർബ്സ് ആയിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിനെ ചോദ്യം ചോദിക്കുന്നതിനും എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആൻഡ് ഫൈനലി വി വിൽ പ്രാക്ടീസ് ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് സീ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന കോൺവെർസേഷൻ, നമ്മൾ നടത്തുന്ന സംസാരങ്ങൾ, ചർച്ചകൾ, ഇതിനകത്ത് പലപ്പോഴും അത് ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ രൂപത്തിലായിരിക്കും. ഇപ്പൊ ഡെയിലി ഒരു ഇന്റർവ്യൂവിന് മാത്രമല്ല നമ്മൾ എന്താ പറയേണ്ടത്, ചോദ്യങ്ങൾ ചോദിക്കുന്നതും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും. നമ്മളൊരു കടയിൽ പോയാൽ പോലും അവർ നമ്മളോട് ചോദിക്കും എന്താണ് വേണ്ടത്, അതിന് നമ്മൾ ഉത്തരം കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത്, വീട്ടിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അയൽക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ചിലപ്പോൾ നമ്മെ കണ്ട് ചോദിക്കും എവിടെ പോകുന്നു, അല്ലെ? അപ്പൊ അതെല്ലാം ചോദ്യങ്ങളാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അതേപോലെ കാണുമ്പോഴേക്കും നമ്മൾ അവരോട് ചോദിക്കും സുഖമാണോ, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എന്തിനൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആരെങ്കിലുമായിട്ട് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു കൊച്ചു വർത്തമാനം തുടങ്ങുന്നതിന് പോലും ഒരു ചോദ്യം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് നന്നായിരിക്കും. ഇനി ആൾക്കാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഇനി കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും. ഒരു ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ കസ്റ്റമർ സർവീസിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലേ? ചിലപ്പോൾ ചോദിക്കുന്ന എന്താണ് പേര്, എത്രയാണ് വയസ്സ്, എവിടെയാണ് സ്ഥലം, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, എന്താണ് പ്രശ്നം, നോക്ക്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ അവർ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. അപ്പൊ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുക്കുകയുള്ളൂ. നമ്മളോട് പേര് ചോദിച്ചാൽ വയസ്സ് ഉത്തരമായിട്ട് നമ്മൾ പറയില്ലല്ലോ. അതാണ് കൃത്യമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ആൻഡ് വെൻ യു ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻസ് യു വിൽ സൗണ്ട് വെരി വെരി കോൺഫിഡന്റ് എന്നുള്ളതാണ്. നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരുന്നാൽ പോലും നമ്മുടെ ധാരണ എന്താണ്? ഇന്റർവ്യൂവിന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂവർ, നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് ചോദ്യങ്ങൾ എല്ലാം ചോദിക്കാൻ പോകുന്നത്. നമുക്ക് അവിടെ ചോദ്യം ചോദിക്കാനുള്ള റോൾ ഇല്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. അവസാനം നമുക്കൊരു അവസരം അവർ തരികയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മളോട് ചോദിക്കാൻ? ആ സമയത്ത് സാധാരണ നമ്മൾ പറയും ഇല്ല, എനിക്കൊന്നും ഇല്ല ചോദിക്കാനായിട്ട്. എന്നാൽ അങ്ങനെയല്ല. ആ സമയത്തും നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അത് നമ്മുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കോഴ്സിൽ നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇനി എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്, എന്താണ് ഈ WH ക്വസ്റ്റ്യൻസ് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ കഴിയുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് ഈ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോളത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണുള്ളത് കാണാം.
വാട്ട്, വേർ, വെൻ, ഹൂ, അതേപോലെ വൈ, വിച്ച് ആൻഡ് ഹൗ. ഇതാണ് ഈ WHന്റെ H ക്വസ്റ്റ്യൻ ഹൗ എന്നുള്ളത്. അപ്പൊ അതിന്റെ മലയാളം മീനിങ് എന്താണ്? ഈ ഓരോ ചോദ്യത്തിന്റെയും വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ്. എന്ത് എന്ന മലയാളം അർത്ഥമാണ് വാട്ട് എന്ന് വരുന്നത്. ഉദാഹരണം, വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? ഓക്കെ, അതപ്പോ എന്താണ് നമ്മൾ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് ചോദിക്കുന്നത്? ഫോർ തിങ്സ് ഓർ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം? അതേപോലെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് വാട്ട് ഈസ് ദ പ്രൈസ്, വാട്ട് ഈസ് ദ കോസ്റ്റ്, അതിനെ ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പൊ വാട്ട് ഈസ് ദ പ്രൈസ്, വാട്ട് ഈസ് ദ കോസ്റ്റ്, വാട്ട് ടൈം ഇസ് ഇറ്റ് നൗ, ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി. അപ്പൊ വാട്ട് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി വേർ എന്ന് പറഞ്ഞാൽ എവറി ഡേ. എപ്പോഴും നമുക്കൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആയിരിക്കും അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് ലഭിക്കുക. നമ്മൾ വേർ ഉപയോഗിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് വേർ ഡു യു ലിവ്, വേർ ഇസ് യുവർ ഹൗസ്, നീ ഇത് എവിടെ നിന്ന് വാങ്ങി, വേർ ഡിഡ് യു ബൈ ദിസ് ഫ്രോം, നീ എവിടെ പോകുന്നു, വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്. ഓക്കെ, വേർ ഡിഡ് യു സ്റ്റഡി, നീ എവിടെയാണ് പഠിച്ചത്, വേർ ആർ യു വർക്കിംഗ്, വേർ ഡിഡ് യു വർക്ക്, വേർ ആർ യുവർ പേരൻസ്. അപ്പൊ ഇതെല്ലാം ശരിക്കും അവര് എവിടെയാണ് എന്നുള്ള ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വേർ എന്ന വാക്കുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്. ഇനി വെൻ, മലയാളം അർത്ഥം എപ്പോൾ. അപ്പോ നമുക്ക് അത് സമയത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ടൈം നമുക്ക് അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോകുന്ന ആ ഒരു ടൈം, എന്തെങ്കിലും ഒന്ന് അവസാനിക്കാൻ പോകുന്ന ആ ഒരു ടൈം നമുക്ക് അറിയുന്നതിന് വേണ്ടി വെൻ നമുക്ക് ഉപയോഗിക്കാം. വെൻ ഇസ് ദ മീറ്റിംഗ്, മീറ്റിംഗ് എപ്പോഴാണ്. വെൻ ഇസ് ദ സെറിമണി, ആ സെറിമണി എപ്പോഴാണ്. വെൻ ഇസ് ദ ഇനോഗ്രേഷൻ, ഇനോഗ്രേഷൻ എത്ര മണിക്കാണ്, എപ്പോഴാണ്. വെൻ ഇസ് ദ ക്ലാസ് ഗോയിങ് ടു എൻഡ്, എപ്പോഴാണ് ഈ ക്ലാസ് അവസാനിക്കാൻ പോകുന്നത്. നോക്ക്, വെൻ ഉപയോഗിച്ച് നമുക്ക് ആ സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടാനായിട്ട്, ഉത്തരം നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു വെൻ കൂട്ടി നമ്മൾ ചോദ്യം ചോദിക്കാം. അപ്പൊ ഇതെന്താണ്, നമ്മൾ എന്തുത്തരമാണോ ആഗ്രഹിക്കുന്നത് ആ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി കൃത്യമായ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. അപ്പോ നമുക്കിപ്പം എവിടെ എന്നുള്ള ഉത്തരം കിട്ടുന്നതിന് വേണ്ടി വെൻ കൊണ്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന വ്യക്തി കൺഫ്യൂസ്ഡ് ആകും. നമുക്ക് ആ ഉത്തരം കിട്ടാനുള്ള സാധ്യത അവിടെ കുറവാണ്. ഇനി അടുത്തത് ഹൂ എന്നുള്ള വാക്കാണ്. ഹൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആര് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. ഇത് ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. സോ ഹൂ ഇസ് യുവർ ടീച്ചർ, ഹൂ ഇസ് യുവർ സൺ, ഹൂ ഇസ് യുവർ ഫാദർ, ഹൂ ഇസ് യുവർ ബ്രദർ, ഹൂ ഇസ് യുവർ ഫ്രണ്ട്, കൂടെ നിൽക്കുന്ന ഫ്രണ്ട് അതാരാണ്, ഹൂ ഇസ് യുവർ ഫ്രണ്ട്. അപ്പൊ ഹൂ എപ്പോഴും ഒരു മനുഷ്യന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ അതിന് ഉത്തരമായിട്ട് കൊടുക്കുക. ഇനി അടുത്തത് വൈ. വൈ എന്തുകൊണ്ട്. ഈ വൈ എന്ന ക്വസ്റ്റ്യനെ നമുക്കൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. കാരണം ഈ വൈ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും നമുക്ക് ഒരൊറ്റ വാക്കിൽ അത് കൊടുക്കാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ ഒരൊറ്റ വാക്കിലോ ഒരു വാചകത്തിലോ പോലും അത് നിൽക്കില്ല. കുട്ടികളാണ് ഈ ചോദ്യം ഏറ്റവും അധികം ചോദിക്കുന്നത്. നമ്മൾ പറയുന്നത് ദേ സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടോ, ദേ പക്ഷി പറക്കുന്നത് കണ്ടോ. അപ്പൊ അവർ ചോദിക്കും സൂര്യൻ എന്തുകൊണ്ട് അവിടെ നിന്ന് ഉദിക്കുന്നു, എന്തുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉദിച്ചൂടാ, എന്തുകൊണ്ട് പക്ഷി പറക്കുന്നു. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വൈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്കും ആ ഒരു കാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വൈ എന്ന ക്വസ്റ്റ്യൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വൈ ആർ യു ലേറ്റ്, why did you call me, and why did you do it, നീ എന്തിനാണ് അത് ചെയ്തത്. നോക്ക്, വൈ ആ ഒരു കാരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈ എന്ന വാക്കുകൊണ്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്കുള്ളത് ഇസ് വിച്ച്. ഓക്കെ, അപ്പൊ ഈ വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു ചൂസ് ഫ്രോം ഓപ്ഷൻസ്. നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കണം.
അതിനു വേണ്ടിയിട്ട് വിച്ച് പെൻ ഡു യു വാണ്ട്, വിച്ച് വൺ ഡു യു ലൈക്ക്, വിച്ച് കാർ ഡു യു വാണ്ട് ടു ബൈ, അങ്ങനെ നമുക്ക് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഓപ്ഷൻസിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുക്കുന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് വിച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് ദ ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, അത് ചെയ്ത ആ ഒരു മാർഗം എങ്ങനെ എന്ന്, അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ് എന്തായിരുന്നു. അപ്പൊ ഹൗ എന്ന നമ്മൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് നമുക്ക് അത് എങ്ങനെയാണത് നടത്തിയത്, എങ്ങനെയാണത് ചെയ്തത് എന്നുള്ള ഒരു ഉത്തരമായിരിക്കും നമുക്ക് അതിന് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു യു ഗോ ടു സ്കൂൾ? നീ എങ്ങനെയാണ് സ്കൂളിൽ പോകാറ്? ഐ ഗോ ബൈ ബസ്, ഓർ മേ ബി ഐ ഗോ വാക്കിംഗ്, ഓർ മേ ബി ഐ ഗോ ബൈ സൈക്കിൾ. അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ആൻസേഴ്സ് നമുക്ക് ഇതിന് കൊടുക്കാം. അതേപോലെ ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡിഡ് യു മേക്ക് ദിസ് കറി? ഹൗ ഡിഡ് യു പ്രിപ്പയർ ദിസ് ബിരിയാണി? അപ്പൊ എല്ലാം ഹൗ, എങ്ങനെ. അപ്പൊ ആ ഹൗ ഉപയോഗിച്ച് നമ്മളത് ചോദിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേരുവകൾ ചേർത്ത്, ഏത് രീതിയിൽ അത് കുക്ക് ചെയ്ത്, എത്ര നേരം അത് അടുപ്പത്ത് വെച്ച്, അങ്ങനെയുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് പ്രൊസീജിയർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് ഹൗ യു മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് ഹൗ. അങ്ങനെയാണ് ഹൗ എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. സോ ഇപ്പൊ നമ്മുടെ WH ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ല. ഇപ്പൊ W ഏതിനൊക്കെയാണ്? W for what, for where, for when, for who, why, which, and finally H stands for how. ഇത്രയും വാക്കുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് അതിനെ പറയുന്നത് എങ്കിലും ഈ യെസ് ഓർ നോ അതിന് കിട്ടുന്ന ആൻസർ ആണ്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം തുടങ്ങുന്നത് ഇസ് വെച്ച് തുടങ്ങാം, ആം വെച്ച് തുടങ്ങാം, ആർ വെച്ച് തുടങ്ങാം, ഡു വെച്ച് തുടങ്ങാം, ഡസ് വെച്ച് തുടങ്ങാം, ക്യാൻ വെച്ചും തുടങ്ങാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ആർ യു റെഡി? മേ ബി യു ക്യാൻ സേ യെസ്, ഓർ മേ ബി യു ക്യാൻ സേ നോ. ആർ യു റെഡി? നിങ്ങൾ റെഡി ആയോ? റെഡി ആയെങ്കിൽ യെസ് എന്ന് പറയാം, റെഡി ആയില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതേപോലെ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ എന്നുള്ളതാണ്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് ഐ സ്പീക്ക്, നോ ഐ ഡോണ്ട് സ്പീക്ക്, ഓർ മേ ബി യു കുഡ് സേ യെസ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ലേണിംഗ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോ അത് എന്താ പറയണ്ടേ, ആർ, ഡു ഒക്കെ അതിന്റെ എക്സാമ്പിൾസ്. ലെറ്റ് us look at some more examples. ഈ ഇസ്, ആം, ആർ അതും നമുക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സി, ആം ഐ ലേറ്റ്? നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടോ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടോ നമ്മൾ അവിടെ ചെന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമുക്കൊരു ഭയം, അത് നമ്മൾ ലേറ്റ് ആയിട്ടാണോ അവിടെ എത്തിയത്. അപ്പൊ അവിടെ ചെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അവിടെ ആരെങ്കിലും ചോദിക്കാം, ഞാൻ ലേറ്റ് ആയോ? ആം ഐ ലേറ്റ്? അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ആം ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആം ഐ ലേറ്റ്? ആം ഐ ഡ്രസ്ഡ് വെൽ? ആം ഐ ലുക്കിംഗ് സ്മാർട്ട്? Am I dressed well? Am I looking tired? നമ്മൾ ചോദിക്കാം, മറ്റുള്ളവരോട് ചോദിക്കാം, നമുക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ടയേർഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞാൻ നല്ലതുപോലെ ഡ്രസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഇസ് ഉപയോഗിച്ചിട്ടോ, ഇസ് ഹി യുവർ ടീച്ചർ? നോക്ക്, ഈ ഇവിടെ ഇത് ഞാൻ ഈ പറഞ്ഞില്ലേ, ആം ഐ ലേറ്റ്. അപ്പം അതിനെ തിരിച്ചിട്ടാലോ, ആമിനെയും ഐനെ അപ്പുറം ഇപ്പുറോട്ട് ഐ ആം ലേറ്റ് എന്ന് പറഞ്ഞാലോ? ഐ ആം ലേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ഈ ചോദ്യത്തിന്റെ ആൻസർ അല്ല, അത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ പറയാണ് ഐ ആം ലേറ്റ്, ഞാൻ ലേറ്റ് ആയിപ്പോയി എന്ന് നമ്മൾ പറയുന്നത്. ഇതേപോലെ ഇസ് ഹി യുവർ ടീച്ചർ? യെസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ നോ നമുക്ക് പറയാം. ഇപ്പൊ യെസ് ആണെങ്കിൽ യെസ് ഹി ഈസ് മൈ ടീച്ചർ. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇസ് ഹി യുവർ ടീച്ചർ, അല്ലെങ്കിൽ ഇസ് ദിസ് ബുക്ക് യോസ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ യു എന്നെ ചോദ്യത്തിൽ ചേർത്ത് ചോദിക്കുന്നത്, നിങ്ങളത് തിരിച്ചു പറയുമ്പോഴത്തേക്ക് മൈ എന്നാകണം. യെസ് ദാറ്റ് ഇസ് മൈ ബുക്ക്, അല്ലെങ്കിൽ നോ ദാറ്റ് ഇസ് നോട്ട് മൈ ടീച്ചർ, ഓ യെസ് ദാറ്റ് ഇസ് മൈ ടീച്ചർ. ആൻഡ് ആർ ദേ അറ്റ് ഹോം? ആർ എന്ന വാക്ക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ് ദേ ആർ അറ്റ് ഹോം. ദേയും ആറും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തേ ഉള്ളൂ. യെസ് ദേ ആർ അറ്റ് ഹോം. നോ ദേ ആർ
നോട്ട് അറ്റ് ഹോം. അതാണ് അതിന്റെ ആ ഒരു നെഗറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ അവരവിടെ ഇല്ല എന്ന് നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു പ്രാക്ടീസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങളുടെ വർക്ക് ഷീറ്റിനകത്ത് ഞാൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ആക്ടിവിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്, WH ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അത് ഒന്ന് നോക്കി വായിച്ചു നോക്കിയിട്ട് അതിൽ ഏത് WH ക്വസ്റ്റ്യൻ ആണ് അതിന് സൂട്ട് ആവുന്നത് എന്നുള്ളത് നോക്കുക. അതേപോലെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ആൻസറിലേക്ക് എത്തുന്നതിന് ഇസ് ആണോ, ആം ആണോ, ആണോ, ഏത് വാക്കാണോ അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ഒരു മാച്ചിങ് ഇൻഫർമേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മാച്ച് ക്വസ്റ്റ്യൻസ് ടു ദ ആൻസേഴ്സ്. ഞാൻ ഒരു സൈഡിൽ കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരു സൈഡിൽ കുറച്ച് ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഏത് ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ഒന്ന് മാച്ച് ചെയ്ത് നിങ്ങൾ എടുക്കണം. അങ്ങനത്തെ ഒരു എക്സസൈസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് നമുക്ക് 2 റോൾ പ്ലേയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഒരു റോൾ പ്ലേ നടത്തുന്നതിന് ഏറ്റവും ഒരു നല്ല മാർഗം. റോൾ പ്ലേ നടത്തുന്നതിനല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഒരു നല്ല മാർഗം റോൾ പ്ലേസ് തന്നെയാണ്. അത് നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ലൈവ് ക്ലാസ്സിന് ഞാൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ വോയിസ് ടാസ്കിന്റെ ഒരു റിമൈൻഡർ ഇതാണ്. നിങ്ങൾ 5 ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് വോയിസ് റെക്കോർഡ് ചെയ്ത് അത് ഗ്രൂപ്പിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തോളൂ. ലെറ്റ് us look at how you are creating your questions and we will give you the answers and the correction for it. അത് എഴുതി പോസ്റ്റ് ചെയ്യണ്ട, അത് വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ ആൻഡ് ഗ്രൂപ്പിലുള്ള മറ്റാരെങ്കിലും അതിന് നിങ്ങൾക്ക് ഒരു ഉത്തരം തരട്ടെ. അതും ഒരു വോയിസ് എന്ന നിലയിൽ തന്നെ അവിടെ ഉത്തരം തരട്ടെ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നോട്ട്സും വർക്ക്ഷീറ്റ്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Okay, so thank you very much for watching this video. I hope you have learned a lot and you have a great day. Thank you.